ഒഡീഷയിലെ 18 സീറ്റുകൾ ഉൾപ്പെടെ 79 സീറ്റുകളിലാണ് ഈ പൊരുത്തക്കേട് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിൽ 11, പശ്ചിമ ബംഗാളിൽ 10, ആന്ധ്രയിൽ 7, കർണാടകയിൽ 6, ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും 5 വീതം, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ 3 വീതം, അസമിൽ 2, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോന്നും എന്നിങ്ങനെയാണ് ബാക്കി വരുന്ന മണ്ഡലങ്ങൾ. അതിനാൽ സംശയങ്ങൾ ദൂരീകരിക്കാനും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ സുതാര്യമായി നിരത്താനും VFD തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. മൂന്നാമതായി റിപ്പോർട്ട് പറയുന്നത് 10 സംസ്ഥാനങ്ങളിലായി 18 സീറ്റുകളിൽ NDA സ്ഥാനാർത്ഥികൾ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്ന വസ്തുതയാണ്. ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം വോട്ടെടുപ്പിനിടെയും വോട്ടെണ്ണൽ പ്രക്രിയക്കിടയിലും ക്രമക്കേടും EVM തകരാർ സംബന്ധിച്ച പരാതിയും സിവിൽ സൊസൈറ്റി അംഗങ്ങളും പ്രതിപക്ഷ സ്ഥാനാർത്ഥികളും ഉന്നയിച്ചിരുന്നു. ബീഹാറിലെ സരൺ, മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ്, ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ്, ബൻസ്ഗാവ്, ഫുൽപൂർ എന്നിവിടങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ